ദി യെല്ലോ വാൾപേപ്പർ എന്നുള്ള ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമൻസിന്റെ ഒരു ഫെമിനിസ്റ്റ് മാസ്റ്റർ പീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തായിട്ട്. സോ ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമൻ കണക്ടിക്കട്ട് USA ജനിച്ചത്. ഒരു ഫെമിനിസ്റ്റ് റിഫോമർ ആൻഡ് ആക്ടിവിസ്റ്റ് ആയിരുന്നു ഇവര്. 1935 ഇവര് മരിച്ചു. ഡൊമസ്റ്റിക് ഓപ്പറേഷനെതിരെയൊക്കെ എഴുതിയിട്ടുള്ളൊരു റൈറ്റർ ആയിരുന്നു ഇവര്. ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ യെല്ലോ വാൾപേപ്പർ. 1892 ഇത് എഴുതിയിരിക്കുന്നത്. റൈറ്റർ ആണ്, ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ആണ്, ലെക്ചറർ ആയിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു ഇവര്. അപ്പം ഷാർലറ്റ് ഗിൽമൻ പെർക്കിൻസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഓക്കെ, ആൻഡ് ഐസൊലേഷൻ, അതുപോലെ തന്നെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഡോക്ടർ വേർ മിച്ചല് ഇവർക്ക് എന്താണ് ഒരു റെസ്റ്റ് ക്യൂർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. അതായത് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുക, നോ റൈറ്റിംഗ് ചെയ്യരുത്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഒന്നും പാടില്ല. അതെല്ലാം ഇവരുടെ മെന്റൽ ഹെൽത്തിനെ നല്ലപോലെ ഡിസ്ട്രോയ് ചെയ്തിരുന്നു. സോ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് ആണ്. ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് ഇവർ എഴുതിയ ഒരു സ്റ്റോറിയാണ് ദി യെല്ലോ വാൾപേപ്പർ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് മെന്റൽ സ്റ്റിമുലേഷൻ അത്യാവശ്യമാണെന്നും അവർ വർക്ക് ചെയ്യണം എന്നുള്ളതും അവർ ഓട്ടോണമസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളതും സ്ത്രീകൾ സോഷ്യലി എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ വാശി എന്ന് പറയുന്നത്. സോ ഈ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് അല്ല ഇവർ ചെയ്തത്. ഇവരതിനെ എതിരായിട്ട് എഴുതുകയും ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യുകയും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. സോ അങ്ങനെ എഴുതിയ ഒരു വർക്കാണ് ദി യെല്ലോ വാൾപേപ്പർ. യെല്ലോ വാൾപേപ്പറിന്റെ സെക്ഷൻ വൈസ് സമ്മറി നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 1 എന്ന് പറയുന്നത് നറേറ്റർ ഷീ ഈസ് സഫറിംഗ് ഫ്രം നെർവസ് ഡിപ്രഷനിൽ സഫർ ചെയ്യുവാണ്. അവരൊരു റെന്റഡ് കൊളോണിയൽ മാൻഷനിലാണ് താമസിക്കുന്നത് സമ്മർ സീസണിൽ, അവരൊരു സമ്മർ വെക്കേഷനിൽ. അവരുടെ ഡോക്ടർ ഹസ്ബൻഡ് ആണ് ജോൺ എന്ന് പറയുന്നത്. സോ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഈ ഒരു ഹൗസിൽ ഇവർക്ക് ഫീൽ ചെയ്യുവാണ്. പക്ഷെ ജോൺ ഇവരുടെ ഫിയർ എല്ലാം ഡിസ്മിസ് ചെയ്യുന്നു. ഇവർക്ക് എഴുതണം എന്നുണ്ട്, പക്ഷെ ഇയാള് സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ജോൺ എന്ത് ചെയ്യുവാണ്, ഒരു ലാർജ് നഴ്സറി റൂം സെറ്റ് ചെയ്യുവാണ്. വിൻഡോസ് ഒന്നും ഇല്ലാത്ത ഒരു വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു യെല്ലോ വാൾപേപ്പർ ആണ് ആ റൂമിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ നറേറ്റർ ശരിക്കും പറഞ്ഞാൽ നറേറ്ററിന് ആ റൂം ഒട്ടും ഇഷ്ടമല്ല. ആൻഡ് ഷീ വാണ്ട്സ് എ പ്രിട്ടിയർ റൂം ഡൗൺ സ്റ്റേഴ്സ്. താഴെ ഒരു റൂം ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അവിടെ വേണം ഇവർക്ക് ഇരുന്ന് എഴുതാൻ. പക്ഷെ ജോൺ ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇരുന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ റൈറ്റിങ്ങിനോട്ട് ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് ഇൻവോൾവ് ആയിട്ടിരുന്ന് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഇരുന്ന് എഴുതും. ഇവിടെ ആവുമ്പോ എന്ത് ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇരുന്ന് എഴുതുവാണെങ്കിൽ ഒരു അഗ്ലി റൂമിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ അഗ്ലി റൂമിൽ നിന്ന് എഴുതിയാൽ മതിയെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഹസ്ബൻഡും ബ്രദറും ബോത്ത് ഫിസിഷ്യൻസ് ആണ്. ആൻഡ് അവരുടെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ, എല്ലാവരോടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിലേറ്റീവ്സിന്റെ അടുത്തും എല്ലാവരോടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഇസ് റോങ് വിത്ത് ദിസ് ലേഡി എന്നാണ് ഇവരെ രണ്ടുപേരും എല്ലാവരുടെ അടുത്തും പറയുന്നത്. അവര് ഒരു റെസ്റ്റ് ക്യൂർ ഫോളോ ചെയ്യുവാണെന്നും വർക്ക് പാടില്ല, റൈറ്റിംഗ് പാടില്ല, ക്രിയേറ്റിവിറ്റി പാടില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ലോൺലി ആൻഡ് യൂസ്ലെസ് ആയിട്ട് അവരങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഹസ്ബൻഡും ബ്രദറും മാറി മാറി എല്ലാവരോടും പറയുന്നത്. സെക്ഷൻ 4 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാർഡൻ, പോർട്ട്, ലെയിൻസ്, പിന്നെ അവിടെ കാണുന്ന ആ ഒരു മാൻഷന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ആൻഡ് ജോൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഇമാജിനേഷന് ഒന്നും പാടില്ല, ക്രിയേറ്റിവിറ്റി പാടില്ല, റൈറ്റിംഗ് പറ്റത്തില്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഹസ്ബൻഡ് ഇവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നറേറ്റർ അപ്പൊ ഭയങ്കര ഈ വാൾപേപ്പറിലോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഫിക്സേറ്റഡ് ആവും. ആ വാൾപേപ്പറിന്റെ പാറ്റേണിലോട്ട്. അതായത് അത് വളരെ കയോട്ടിക് ആണ്. പിന്നെന്താണ്, കൺഫ്യൂസിംഗ് ആയിട്ട് ഇവർക്ക് തോന്നും ആ വാൾപേപ്പർ നോക്കുമ്പോൾ. അവർക്ക് അതിനകത്ത് ബ്രോക്കൺ നെക്ക് ഷേപ്പ് ഒക്കെ ഇവർ കാണുന്നു, ഭയങ്കര കണ്ണുകളൊക്കെ ഇതിനകത്ത് അവർ കാണുന്നു വാൾപേപ്പറിനകത്ത്. സോ അവരെന്തോ ഒരു ഇച്ചിരി ഒരു മാഡ്നസിലോട്ട് പതുക്കെ പതുക്കെ അങ്ങ് സ്ലിപ്പായി പോവാണ്. രാത്രിയിൽ ഇവർ നല്ല രീതിയിൽ ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സഫർ ചെയ്യുവാണ്, രാത്രിയിൽ അവർ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, അങ്ങനെയൊക്കെയായി. അപ്പൊ അവിടെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പാറ്റേണിനകത്ത് ഒരു സ്ത്രീ ട്രാപ്പ് ചെയ്ത പോലെ ഇവർ കാണുവാണ്. ആൻഡ് അതിനകത്തുനിന്ന് ആ വാൾപേപ്പറിനകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി പോവാനായിട്ട് ഇങ്ങനെ വെമ്പല് കൊണ്ട് നിൽക്കുന്നതായിട്ട് ഇവര് കാണുവാണ്. അപ്പം ഇവര് പിന്നെ നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവര് തന്നെയാണ് ആ വാൾപേപ്പറിനകത്ത് ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് ഇവർക്ക് തോന്നുവാണ്. അപ്പൊ അവര് ഭയങ്കര പാരനോയിഡ് ആയിട്ട് മാറുവാണ്. ആൻഡ് ഹസ്ബൻഡും സിസ്റ്റർ ഇൻ ലോയും എല്ലാം എന്താ പറയാ, സിസ്റ്റർ ലോയുടെ പേര് ജെന്നി എന്നാണ്. അവരെല്ലാം ഈ വാൾപേപ്പർ നോക്കുന്നുണ്ട്, അവരൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഹസ്ബൻഡും പിന്നെ സിസ്റ്റർ ലോ കൂടി വാൾപേപ്പർ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഇവര് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ട് വാൾപേപ്പറിന്റെ അടുത്തോട്ട് ഇവരെ വിടുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒബ്സഷൻ, ഈ വാൾപേപ്പറിന്റെ അടുത്തുള്ള ഒബ്സഷൻ ഇവർക്ക് അങ്ങ് ഡീപ്പൻ ചെയ്യുവാണ്. ആൻഡ് ബൈ ദ 8th ഡേ, അല്ലെങ്കിൽ സോറി സെക്ഷൻ 8 ആയപ്പോഴത്തേക്കും ഇതിനകത്ത്, അതായത് ആ ഒരു സെക്ഷനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ബൈ ഡേ
ആ സ്ത്രീ, ആ ഒരു വുമൺ അതിനകത്ത് നിന്ന് വെളിയിലോട്ട് ഗാർഡൻസിലോട്ട് അല്ലെങ്കിൽ ലെയിൻസിലോട്ട് ഇറങ്ങി പോകുന്നതായിട്ട് ആർക്ക് തോന്നുന്നു? നമ്മുടെ ഈ ഒരു പ്രൊട്ടാഗണിസ്റ്റിന് തോന്നുവാണ്. ആൻഡ് അവർ ഡ്രീം ചെയ്യുന്നത് വെച്ചാൽ അവർ തന്നെയാണ് ഇതിനകത്ത് ക്രീപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നതെന്ന്. അതായത് പിന്നെ ജോണിന്റെ അടുത്ത് പറയാതെ ഈ വക കാര്യങ്ങൾ, അതായത് ഇവര് പറയുന്നത് വെച്ച് ഇവര് നോക്കുമ്പോൾ വാൾപേപ്പറിനകത്തോട് ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നു ഗാർഡനിലോട്ടൊക്കെ. പക്ഷെ ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെയാണെന്ന് ഇവർക്ക് ഒരു സ്വപ്നം പോലെ ഇവർ കാണുവാണ്. ഇവരാണോ ആ സ്ത്രീ എന്നൊക്കെ ഇവർക്ക് സംശയം വരുന്നു. അങ്ങനെ എന്താണ് ഹസ്ബൻഡിന്റെ അടുത്ത് പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും ഇവർ സംസാരിച്ചില്ല. ആൻഡ് അവർ ആ വാൾപേപ്പർ സ്ട്രിപ്പ് ചെയ്യാൻ നോക്കുവാണ്. സോ ആ സ്ത്രീക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് റൂമിനകത്ത് ലോക്ക് ചെയ്തിട്ട് കീ എടുത്ത് വെളിയിലോട്ട് അങ്ങ് എറിയുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ റൂമിലെല്ലാം ഇവർ ക്രോൾ ചെയ്ത് നടക്കുവാണ്. സോ അവിടെ വെച്ച് ഇവരൊരു വോളിനകത്ത് ഒരു ഗ്രൂവ് കണ്ടു. അത് ആ ട്രാപ്ഡ് വുമണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് ആയിരുന്നു. ജോൺ എന്റർ ചെയ്യുമ്പോൾ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ത്രീ വാൾപേപ്പറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ആര് പറയുവാണ്? നമ്മുടെ ഈ ജോണിന്റെ വൈഫ് പറയുവാണ്, നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് പറയുവാണ്. ആൻഡ് ജോൺ ഫെയിന്റ് ചെയ്യുന്നു. അപ്പൊ ഇവരെന്താണ് അയാളുടെ പുറത്ത് ക്രോൾ ചെയ്ത് കയറുന്നു. ഇങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആദ്യമേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്, റെസ്റ്റ് ക്യൂർ എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവസാനം ഇവർ ഈ അഗ്ലി റൂമിനകത്ത് കൊണ്ടിട്ടപ്പം ഇവർ യെല്ലോ വാൾപേപ്പറിൽ ഫിക്സേറ്റഡ് ആയി, ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സോ ഇവർ തന്നെ ഇമാജിൻ ചെയ്യുവാണ് ദാറ്റ് എ വുമൺ ഇസ് ബീൻ ട്രാപ്ഡ് ഇൻ ദി വാൾപേപ്പർ. ആ വാൾപേപ്പറിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് ഇവർക്ക് തോന്നുന്നു. പക്ഷെ ആ സ്ത്രീ ശരിക്കും പറഞ്ഞ ഇവര് തന്നെയാണ്. കാരണം ഇവർക്ക് ഈ റൂമിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ മാൻഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോയിട്ട് ഇവർക്ക് എഴുതണം. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഷീ ഹെർസെൽഫ് ഇസ് എ റൈറ്റർ ആണ്. ബിക്കോസ് ഷീ ഈസ് ബീങ് ബാൻഡ് ഫ്രം റൈറ്റിംഗ്. അവർക്ക് ആ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെ ഇവരൊരു വല്ലാതെ വെമ്പല് കൊണ്ടിരുന്നു പോയി. ആ ഒരു റൂമിനകത്ത് അവരങ്ങ് അകപ്പെട്ടു പോയി. സോ അവർക്ക് തന്നെ ഓരോ ഹാലൂസിനേഷൻസും ഒക്കെ ഇവര് തന്നെ ഓരോന്ന് ഇമാജിനേഷൻ ചെയ്യുവാണ്. അതായത് ആ വാൾപേപ്പറിനകത്ത് ആരോ ഉണ്ട്, അവർക്ക് രക്ഷപ്പെടണം. സോ ഇവര് തന്നെ എന്ത് ചെയ്തു? വാൾപേപ്പർ കീറിക്കളയുന്നു. എന്നിട്ട് ഈ റൂമിനകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഇവർ കീ എടുത്ത് വെളിയിലോട്ട് കളയുവാണ്. അതായത് തിങ്കിങ് ദാറ്റ് ദ വുമൺ ബിഹൈൻഡ് ദ വാൾപേപ്പർ കുഡ് എസ്കേപ്പ് ഫ്രം ദ റൂം. ആ സമയത്താണ് ജോൺ കയറി വരുന്നതും പിന്നെ എന്താണ് അവരെന്തൊരു റൂമിന്റെ പുറത്തൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവരൊരു വാളിനകത്ത് എന്തോ ഒരു ഗ്രൂവ് കണ്ടു. അത് ഈ സ്ത്രീയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഇവർക്ക് തോന്നുന്നു. ജോൺ എൻ്റർ ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ജോൺ ഫെയിന്റ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്? അതിന്റെ പുറത്ത് അയാളുടെ പുറത്ത് ക്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, അവരുടെ തന്നെ ഒരു ലോൺലിനെസ്സിനെ അവർ തന്നെ എന്താണ് ഹലൂസിനേഷൻ പോലെ കാണുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഇനിഷ്യലി അവർക്ക് കുഞ്ഞ് ഡിപ്രഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നറേറ്ററിന് ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കണമെന്ന് ഡോക്ടറും ബാക്കി ഹസ്ബൻഡും ബ്രദറും എല്ലാം ഫോഴ്സ് ചെയ്യുന്നു. സോ അവരെന്ത് ചെയ്യാണ്? ആ റൂമിനകത്ത് വരുന്നു, ആ യെല്ലോ വാൾപേപ്പറിൽ ഒബ്സസ്ഡ് ആവുന്നു, ഡിസോസിയേറ്റഡ് ആയി മാറുന്നു ബാക്കി ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന്. ഹാലൂസിനേഷൻസ് കാണുന്നു. അവസാനം അവർക്ക് സൈക്കോട്ടിക്കലി അവർ നെർവസ് ബ്രേക്ക് ഡൗൺ ആണ് അവർക്ക് സംഭവിക്കുന്നത്. സോ ഇവിടെ ഗിൽമൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കഴിവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ടാലന്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പേട്രിയാർക്കി അതിനെ എപ്പോഴും സപ്രസ് ചെയ്തിട്ട് അവരെ മാഡ് ആക്കി അവരെ അങ്ങ് പോർട്രേ ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെ? സോ ആ ഒരു പേട്രിയാർക്കി ക്രിട്ടിസൈസ് ചെയ്യുവാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഗിൽമൻ ചെയ്യുന്നത്. ജോണിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ജോൺ ഹസ്ബൻഡാണ്, ഫിസിഷ്യൻ ആണ്. അയാൾ അവരെ ലിറ്റിൽ ഗേൾ എന്നാണ് വിളിക്കുന്നത്. കൊച്ചു കുട്ടികളെ പോലെയാണ് ഇയാൾ കൺസിഡർ ചെയ്യുന്നത്. എഴുതാൻ സമ്മതിക്കത്തില്ല, ഒറ്റയ്ക്ക് ഇരുത്തുവാണ്, എല്ലാം അയാൾ തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുവാണ്. സോ ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്നത് 19th സെഞ്ചുറിയിലെ ആ ഒരു മെയിൽ അതോറിറ്റിയാണ്. ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അതായത് ബാർസ്, റിങ്സ്, സ്ക്രാച്ചസ്, ഇതെല്ലാം ഒരു ഇംപ്രിസൺമെന്റിനെ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ അസൈലത്തിനെ കാണിക്കുന്നു. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ റൂമിനെ ഡാമേജ് ചെയ്യുന്നുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് ഇവരും എന്ത് ചെയ്യുന്നത്? ആ ഒരു സഫറിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവരും ഡാമേജ് ചെയ്യണം ആ റൂമിനെ. അതുപോലെ തന്നെ എന്താ പറയാ, ക്രീപ്പിംഗ്, അതായത് അവരിങ്ങനെ ക്രോൾ ചെയ്ത് നടക്കുന്നു. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു റിബല്യസ് ആയിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് കാണിക്കുന്നത് കേട്ടോ, റൂമിനെ നശിപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ്ങിനകത്ത് ഇവർ പറയുന്നുണ്ട് ഞാൻ അവസാനം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ സ്ത്രീ അവസാനം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ആ സ്ത്രീയും ഇവര് ഒന്നാണെന്നുള്ള കാര്യം ഇവർക്ക് അവസാനം മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ജോണിന്റെ ഫെയിന്റഡ് ബോഡിയിലോട്ട് ഇവർ കയറുവാണ്, ക്രോൾ ചെയ്യുവാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകള് പേട്രിയാർക്കൽ അതോറിറ്റിയെ സർപ്പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മേജർ തീംസ് പേട്രിയാർക്കി ആൻഡ് ഫീമെയിൽ ഒപ്രഷൻ. ഇതിനകത്തുള്ള ആണ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ജോണ്, ബ്രദർ മിച്ചൽ ഒക്കെ. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വോയിസോ ഓട്ടോണമിയോ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റെസ്റ്റ് ക്യൂർ ഇവർക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഡോക്ടർ. അത് അവരുടെ മെന്റൽ ഇൽനെസ്സിനെ ഒരുപാട് വേഴ്സൺ ചെയ്തതേ ഉള്ളൂ. സ്ത്രീകൾക്ക് ക്രിയേറ്റിവിറ്റിയും വർക്കും വേണം അവർക്ക് ജീവിക്കാൻ. പിന്നെ
മെയിൽ ഡോക്ടേഴ്സിന് അവരുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ? അതുകൊണ്ടാണ് ഇവർക്ക് ഒന്നുകിൽ ഇവരെ എഴുതാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഡിപ്രഷൻ വരത്തില്ലായിരുന്നു. മെയിൽ ഇതിനകത്ത് മെയിൽ ഡോക്ടർ പറയുന്നത് എന്താണ്, അവരുടെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നു, അതുകൊണ്ട് അവരൊന്നും ചെയ്യരുതെന്ന് അയാൾ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതൊന്നും അയാൾക്ക് ഒരു സ്ത്രീയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പേഷ്യന്റിനെ അവരുടെ അസുഖം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്നോ അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മാരേജ് എന്ന് തന്നെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, പ്രിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ നറേറ്ററിന് ശരിക്കും പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഫ്രാഗ്മെന്റേഷൻ ഹാപ്പൻ ചെയ്യുകയാണ്, ഒരു ഡുവൽ പേഴ്സണാലിറ്റി പോലെ വരുവാണ്. ആ ഒരു ബിഹൈൻഡ് ദി വാൾപേപ്പറിലുള്ള സ്ത്രീയും നമ്മുടെ നറേറ്ററും എല്ലാം ഒരാള് തന്നെ, പക്ഷെ അവർക്ക് അങ്ങനെ ഡുവൽ ആയിട്ട് തോന്നുവാണ് ചെയ്യുന്നത്. റൈറ്റിംഗ്, ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഈ ഒരു സ്റ്റോറിക്കകത്ത് പണിഷ് ചെയ്യുന്ന പോലെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? അതിനെ സപ്രസ് ചെയ്തിട്ടേക്കുവാണ്. അതാണ് പിന്നീട് ഒരു അസുഖമായി മാറുന്നത്. അപ്പൊ ഇവിടെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്ന ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിക്കുമുട്ടൽ തോന്നിപ്പിക്കുകയാണ്, ക്ലോസ്ട്രോഫോബിക് ആയിട്ടാണ് ഇവർക്കത് തോന്നുന്നത്. പിന്നെ സിമ്പിൾ യെല്ലോ വാൾപേപ്പർ എന്തിനെ കാണിക്കുന്നു, ഒരു ഡൊമസ്റ്റിക് പ്രിസൺ അല്ലെങ്കിൽ ഒപ്രഷനെ കാണിക്കുന്നു. ട്രാപ്ഡ് വുമൺ എന്ന് വെച്ചാൽ നറേറ്ററിന്റെ തന്നെ ട്രൂ സെൽഫ് ആണത്. ബാർസ് ഓൺ വിൻഡോസ് എന്ന് വെച്ചാൽ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ആണ്. എന്നുവെച്ചാൽ വിൻഡോ എല്ലാം പിന്നെ ഒന്നും ഇല്ല, അതെല്ലാം ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലാണ് ഇയാൾ കൊണ്ടിടുന്നത്. പിന്നെ ഫെയിന്റഡ് ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്തിനെയാ കാണിക്കുന്നത്, മെയിൽ അതോറിറ്റി അവിടെ കൊളാപ്സ് ആയി പോയി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ വളരെ ഇന്റിമേറ്റ് ആയിട്ട് നമുക്ക് നറേറ്ററിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരാണ് പറയുന്നത് നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ, അല്ലാതെ മറ്റൊരാളല്ല പറയുന്നത്. നറേറ്റർ തന്നെയാണ് നമ്മളോട് ഡയറക്ട്ലി സംസാരിക്കുന്നത്. അവരാണ് അവസാനം മാഡ്നസിലോട്ട് പോകുന്നത്. പിന്നെ ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഫ്രാഗ്മെന്റേഷൻ ആണ് അവർക്ക് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഇവിടെ ഡൊമസ്റ്റിക് സ്പേസ് എന്തായിട്ട് മാറുവാണ്, ഒരു ഗോതിക് അറ്റ്മോസ്ഫിയറിലോട്ട് മാറുവാണ്. അപ്പൊ ഇതിന്റെ റിലവൻസ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മെഡിക്കൽ കംപ്ലയിന്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യുവാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ടാണ് അവരെ ഇഗ്നോർ ചെയ്തിട്ടാണ് ഹസ്ബൻഡ് ഒരു റൂമിനകത്തോട്ട് ഇവരെ അടച്ചു പൂട്ടിയിടുന്നത് അല്ലെ? അപ്പൊ ഡൊമസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണ്, അതായത് സ്ത്രീ അങ്ങനെ ആയിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ സ്റ്റോറിയാണ്. ആൻഡ് ഓൾസോ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സ്റ്റോറി പറഞ്ഞു പോയേക്കുന്നത്. ആ ഒരു പേട്രിയാർക്കിയുടെ സപ്രഷൻ കാരണമാണ് ഇവര് മാഡ്നസിലോട്ട് പോയേക്കുന്നതെന്നാണ്